നമസ്കാരം, ഞാൻ ജയന്താണ്. ഈ ബുദ്ധിയുള്ളവർക്കൊന്നും പത്രം വായിക്കേണ്ടെന്ന് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് തന്നെ പത്രമൊന്നും വായിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസിനെ പറ്റിയൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്കിതിനെ പറ്റി അറിയത്തില്ല. ചിലപ്പോൾ പണ്ട് വല്ലതും വായിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ പടത്തിനെ പറ്റി പറയാൻ എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ: ഒരു ഡീസന്റ് ത്രില്ലർ ചിത്രം. ഒരു ഡീസന്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രം. അധികമൊന്നും നമുക്കൊന്നും പറയേണ്ടതായിട്ടില്ല. ഒരു നോർമൽ ഡീസന്റ് ത്രില്ലർ ചിത്രം. യഥാർത്ഥത്തിൽ നടന്ന ഒരു കൊലപാതകം, അതിൽ നടന്ന കേസ് അന്വേഷണവും അതിൽ സംഭവിച്ച കുറെ കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ചെയ്തേക്കുന്ന ഒരു പടം. എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. പോയി കാണുന്ന ആർക്കും നിരാശ വരത്തില്ല. എന്തായാലും അറിയാലോ, ഇപ്പോൾ ഒരുപാട് കൂതറപ്പടങ്ങളൊക്കെ ഇറങ്ങി. അതിൻ്റെ കുറച്ച് ഇതിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തായാലും എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല ചിത്രമാണ് ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന ഒരു മൂവി. ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മാളികപ്പുറത്തിലെ സ്ക്രിപ്റ്റ് റൈറ്ററായ അഭിലാഷ് പിള്ളൈ ആണ് ഈ ഒരു പടത്തിൻ്റെ കഥയും എഴുതിയിരിക്കുന്നത്. ഒരു മികച്ച ഒരു കഥ തന്നെയാണ്. പിന്നെ ഒന്നും കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നടന്ന ഒരു സംഭവത്തെ പുള്ളി എഴുതിയിരിക്കുന്നു. പുള്ളിയുടെ കുറച്ച് കയ്യൊപ്പുകളും കൂടി പതിപ്പിച്ച് പുള്ളി ചെയ്തേക്കുന്നു. അത്രയേ ഉള്ളൂ. പണ്ടത്തെ, അതായത് നമ്മുടെ പഴയ കാലത്തെ പല ഫാൻറ്റസി ചിത്രങ്ങളുടെയും പിതാവ് ആയിട്ടുള്ള വിനയൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ മകൻ വിഷ്ണു വിനയാണ് ഈ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പുള്ളിയുടെ ആദ്യത്തെ ഒരു ഡയറക്ഷൻ ആണെന്നൊന്നും പറയത്തില്ല. പുള്ളി കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന ഒരു മൂവി. ഇതിൽ എടുത്തു ഒന്നുമില്ല. അർജുൻ അശോകൻ ഒരു പോലീസല്ല, ഒരു പോലീസിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. അതേപോലെ തന്നെ ഈ കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ പുള്ളി പുറത്തു നിന്നൊക്കെ പല കേസ് അന്വേഷണങ്ങളും തെളിയിക്കാനൊക്കെ ആയിട്ട് ഒരു പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് അർജുൻ അശോകൻ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതില് പഴയകാല ഒരു നടിയുണ്ട്, സംഗീത മാധവൻ നായർ എന്ന് പറയുന്ന ഒരു പഴയകാല നടി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു മുഴുനീള ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയാണ് ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന ഒരു മൂവിയിൽ. ശ്രീബാല എന്ന് പറയുന്ന ആനന്ദിന്റെ അമ്മയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ല അമ്മയ്ക്ക് പിറന്ന ആനന്ദ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് ഈ ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന ഒരു മൂവിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും പോയി കണ്ട ഒരു സന്തോഷത്തോടു കൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു നല്ല ചിത്രമാണ് ആനന്ദ് ശ്രീബാല.